പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വചനദീപ്തി എന്ന ഈ പ്രോഗ്രാമിലേക്ക്, ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നീ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുവാൻ, നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ, ഈശോയിലുള്ള നമ്മുടെ ആശ്രയം വർദ്ധിപ്പിക്കുവാനായിട്ട് ഈ ശുശ്രൂഷാ സമയങ്ങളിൽ ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ദുർഘടമായ ഒരു ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കുക അസാധ്യമാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഈ വചനത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളെ കൂടുതലായി മെച്ചപ്പെടുത്തുവാനും, നമ്മുടെ ജീവിതങ്ങളിൽ വലിയ ദൈവീക കൃപകളും ദൈവത്തിൻ്റെ പ്രവർത്തികളും വെളിപ്പെടാൻ വേണ്ടി നമുക്ക് ദൈവവചനം കേട്ട് ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇന്ന് കർത്താവിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 22 തുടങ്ങി 25 വരെയുള്ള തിരുവചനങ്ങളാണ്. ഒരു ദിവസം യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി നമുക്ക് മറുകരയിലേക്ക് പോകാം എന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. അവർ വള്ളത്തിൽ കയറി മറുകരയിലേക്ക് യാത്ര പുറപ്പെട്ടു. അവർ തുഴഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ തടാകത്തിൽ ഒരു കൊടുങ്കാറ്റുണ്ടായി. വള്ളത്തിൽ വെള്ളം കയറാനായിട്ട് തുടങ്ങി. അവർ അപകടത്തിലായി. അവർ ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഭയന്ന് യേശുവിനെ വിളിച്ച് ഉണർത്തി. അവൻ ഉറങ്ങുകയായിരുന്നു എന്ന് വചനം പറയുന്നു. അവർ അപകടത്തിലായിരുന്നു പറയുന്നു. അവരുടെ യാത്ര തടസ്സപ്പെട്ടു. ആ സമയം യേശു ഉണർന്ന് കാറ്റിനെ ശാസിക്കുന്നു. ആ സമയം കാറ്റ് ശാന്തമാകുകയും ശമിക്കുകയും ചെയ്തു. വലിയ ശാന്തത ഉണ്ടായെന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില കൊടുങ്കാറ്റുകൾ, ചില പ്രശ്നങ്ങൾ, ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കാറുണ്ട്. യേശുവിനെ നാം ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ, യേശുവിനെ നാം വിളിക്കുന്നുണ്ടെങ്കിൽ, യേശു ഉണർന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഇനിയും മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. അല്ല, ഞാൻ എൻ്റെ ഈ പ്രതിസന്ധിയിൽ, എൻ്റെ ഈ പ്രശ്നത്തിൽ ഞാൻ തീർന്നു, ഞാൻ പരാജയപ്പെട്ടു, ഇനി എനിക്ക് ജീവിതമില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശുശ്രൂഷയിലിരിക്കുന്ന നാം ഓരോരുത്തരും ചിന്തിക്കണം, ഇവിടെ ഇങ്ങനെ തകരാനല്ല, ഈ പ്രശ്നത്തിൽ മുങ്ങിപ്പോകാനല്ല, ഈ പ്രതിസന്ധിയിൽ നീ തകർന്നു വീഴാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നീ ദൈവത്തിൻ്റെ പ്രവർത്തികളെ കാണാനും അത് അനുഭവിക്കാനും വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുവെന്ന്. അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചു. പ്രിയപ്പെട്ടവരെ, നാം യേശുവിനെ വിളിക്കുമ്പോൾ നമ്മുടെ പ്രശ്നത്തിലേക്ക്, നമ്മുടെ പ്രതിസന്ധിയിലേക്ക്, നമ്മുടെ വിഷമസന്ധിയിലേക്ക് നാം യേശുവിനെ വിളിക്കുകയാണെങ്കിൽ ഉറപ്പായും നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഇങ്ങനെയാണ്. ദാവീദ് പറയുകയാണ്, ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, സകല കഷ്ടതകളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. സകല കഷ്ടതകളിൽ നിന്ന് കർത്താവ് നമ്മെ മോചിപ്പിക്കും. ചില ജീവിതങ്ങളെ എൻ്റെ അനുഭവത്തിലുണ്ട്. ചില ജീവിതങ്ങൾ, എൻ്റെ ജീവിതത്തിൽ തന്നെ നിരവധിയായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ മുറുക്കെ പിടിക്കുന്നത്, ബലത്തിൽ പിടിക്കുന്നത് നമ്മുടെ കർത്താവിനെയാണ്. മറ്റു വ്യക്തികളിലോ പണത്തിലോ സ്വാധീനത്തിലോ അധികാരത്തിലോ അല്ല. ഇതൊന്നും നമ്മുടെ ജീവിതത്തെ പിടിച്ചു നിർത്തുക സാധ്യമല്ല. എന്നാൽ നാം കർത്താവിനെ വിളിക്കുമ്പോൾ, യേശുവിലേക്ക് തിരിയുമ്പോൾ, അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കർത്താവ് കൊണ്ടുവരും. ഇവിടെ ശിഷ്യന്മാർ വിളിച്ചു പറഞ്ഞു,
ഞങ്ങളിതാ നശിക്കുന്നു, ഞങ്ങളിതാ നാശത്തിലെത്തിയിരിക്കുന്നു എന്ന്. ചില അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ വിളിച്ചു പറയാറുണ്ട്, ഇനി മുന്നോട്ട് പോകില്ല, ഇനി ജീവിതം പരാജയപ്പെടുമെന്ന്, ഇനി നടക്കില്ല എന്ന്. എൻ്റെ അനുഭവത്തിലൊരു കുടുംബം കടബാധ്യതകൾ മൂലം കഷ്ടപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കുടുംബം, ഇന്നോ നാളെയോ കൊണ്ട് ഞങ്ങളുടെ ഈ ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്ന് വിചാരിച്ച് ഇനി മരിച്ചു കളയാം, ജീവിക്കണ്ട എന്ന് തീരുമാനമെടുത്തിരിക്കുന്ന ഒരു കുടുംബം. കാരണം അവരുടെ മുമ്പിലേക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള സാധ്യതകളില്ല, വഴികളില്ല. ആയിരിക്കുന്ന സമയത്ത് അവർ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വരുന്ന അവസ്ഥയുണ്ടായി. ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു കൊടുത്തത്, കർത്താവായ യേശുവിൽ നിങ്ങൾ പ്രത്യാശ വയ്ക്കുക, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുക, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ആത്മീയ മേഖലകളിൽ ചില വ്യത്യാസങ്ങൾ വരുത്തണം. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതങ്ങളിൽ, നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തണം. ഇന്നലെ വരെ ജീവിച്ച രീതിയല്ല ഇനി നാം ജീവിക്കേണ്ടത്. ദൈവത്തിന് പ്രിയമുള്ളവരായിട്ട്, ദൈവത്തിന് സ്നേഹിക്കുന്നവരായിട്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട്, ദൈവത്തിൽ ആയിരിക്കുന്നവരായിട്ട്, ദൈവവചനം പാലിക്കുന്നവരായിട്ട്, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവരായിട്ട് നാം ജീവിക്കാൻ തുടങ്ങണം എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർ തങ്ങളുടെ ജീവിതത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തി. ലോകത്തിൻ്റെ പാപത്തിൻ്റെ വഴികളൊക്കെ ചിലതൊക്കെയെല്ലാം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് അവർ ഒരു ധ്യാനാനുഭവത്തിലൂടെ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് തയ്യാറായി. പതുക്കെ പതുക്കെ അവരുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ കൃപ ഒഴുകിത്തുടങ്ങി. വലിയ ബാധ്യതകളിലും ഞെരുക്കത്തിലും ജീവിതത്തിൻ്റെ വഴികൾ അടഞ്ഞിരിക്കുന്ന അവസ്ഥയിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകി വരാൻ തുടങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായിട്ട് അവരുടെ ബുദ്ധിക്കതീതമായിട്ട് പല വിധത്തിൽ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് ഇപ്പോൾ 9 വർഷത്തിലധികമായി പ്രിയപ്പെട്ടവരെ അവർ വളരെ അനുഗ്രഹീതരായിട്ട് ജീവിക്കുകയാണ്. ഇന്ന് വളരെ അനുഗ്രഹീതരായിട്ട് ജീവിക്കാൻ, അന്ന് അവർ നേരിട്ടിരുന്ന ആ പ്രശ്നം, അന്ന് അവർ നേരിട്ടിരുന്ന ആ ബാധ്യത, അവർ നേരിട്ടിരുന്ന ആ വിഷയം ഇന്ന് അവരുടെ മുമ്പിൽ ഇല്ല. ഇന്ന് അവരുടെ കൂടെ ഉള്ളത് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും ആശ്രയവുമാണ്. പ്രിയപ്പെട്ടവരെ, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ദാനിയേൽ സിംഹക്കുഴിയിൽ കിടക്കുകയാണ്. രാജാവ് അത് രാവിലെ എഴുന്നേറ്റ് ദാനിയേലിൽ കിടക്കുന്ന സിംഹക്കുഴിയിൽ അടുത്തേക്ക് വന്നിട്ട് രാജാവ് വിളിച്ചു ചോദിക്കുകയാണ്, ദാനിയേൽ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാസ, നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന്. ജീവിക്കുന്ന ദാസ, നിന്നെ സിംഹങ്ങൾ ഇപ്പോൾ ജീവനോടെ വെച്ചിട്ടുണ്ടോ എന്ന്. കാരണം സിംഹത്തിൻ്റെ കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു ദൈവത്തിൻ്റെ ദാസനാണ് ദാനിയേൽ. സിംഹങ്ങളുടെ കുഴിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിസ്സാര സമയം കൊണ്ട്, നിമിഷങ്ങൾക്കകം ആ വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദാസൻ അങ്ങനെ തകരാൻ ദൈവം ആഗ്രഹിച്ചില്ല. ദാനിയേൽ പറയുന്നത് എങ്ങനെയാണ്? ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റമറ്റവനായിരുന്നത് കൊണ്ട് സിംഹത്തിൻ്റെ വാ ദൈവം അടച്ചു കളഞ്ഞുവെന്ന്. ഞാൻ ദൈവസന്നിധിയിൽ കുറ്റമറ്റവനായിരുന്നത് കൊണ്ട് ദൈവം സിംഹത്തിൻ്റെ വാ അടച്ചു കളഞ്ഞെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റമറ്റവരായി ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ, ദൈവവചനം അനുസരിച്ച്, ദൈവവചനം പാലിച്ച് നാം ജീവിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയാണ്. സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം 7-ാമത്തെ വാക്യം പറയുന്നു, കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തർക്ക് ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കും. പാളയമടിച്ച് സംരക്ഷിക്കുമെന്ന്. അപ്പോൾ ദൈവത്തിൽ നാം വിശ്വസിച്ചാൽ മാത്രം പോരാ, ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റമറ്റവരായി ജീവിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിലുള്ള ബലഹീനതകളും പാപങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. സങ്കീർത്തനം 55:22 പറയുകയാണ്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നിന്റെ അവസ്ഥ എന്താണോ അത് നീ കർത്താവിനെ ഏൽപ്പിക്കുക. കർത്താവിനെ ഏൽപ്പിക്കുമ്പോൾ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന്. ഇന്ന് പാപജീവിതത്തിലല്ല നീ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്, വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. നമ്മുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നത്? നമ്മുടെ ജീവിതം, വിശ്വാസ ജീവിതം വിശുദ്ധിയോടുകൂടെയാണോ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലാണോ നമ്മുടെ ജീവിതങ്ങൾ ആയിരിക്കുന്നതെന്ന്? നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് വിശുദ്ധിയില്ലാത്ത ഒരു ജീവിതമാണെങ്കിൽ, കപടതയാണെങ്കിൽ, തിന്മയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കർത്താവ് തരുന്ന ഈ സംരക്ഷണം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. കർത്താവിൻ്റെ ഈ കരുതൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും.
നമുക്കറിയാം ജോബിന് കർത്താവ് സംരക്ഷണം കൊടുക്കുന്നത്. ജോബിനെ കർത്താവ് സംരക്ഷിക്കുന്ന പ്രകാരമാണ്. ദൈവം പറയുന്നത് എന്താണ്? അവനെ പോലെ കുറ്റമറ്റവനായി മറ്റാരെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? സാത്താനോട് കർത്താവ് ചോദിക്കുകയാണ്, ഇവനെ പോലെ കുറ്റമറ്റവനായിട്ട് മറ്റാരെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? ഇവനെ പോലെ വിശ്വാസിയായ ഒരുവനെ നീ കണ്ടിട്ടുണ്ടോ എന്ന്. സാത്താൻ കൊടുക്കുന്ന മറുപടി എങ്ങനെയാണ്? വെറുതെയാണോ ജോബ് അങ്ങയെ സേവിക്കുന്നത്? വെറുതെയാണോ ജോബ് അങ്ങയെ സേവിക്കുന്നത്? അവനും അവൻ്റെ സ്വത്തിനും അവൻ്റെ സകലത്തിനും അങ്ങ് സംരക്ഷണ വേലി കെട്ടിക്കൊടുത്തിരിക്കുകയാണ്. അങ്ങ് അവന് സംരക്ഷണ വേലി കെട്ടിക്കൊടുത്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന, ഹൃദയത്തിൽ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു വ്യക്തിയാണോ നീയെങ്കിൽ ഉറപ്പായും ജോബിന് ദൈവം കൊടുത്ത അതേ സംരക്ഷണം ദൈവം നിനക്ക് തരും. അതേ സംരക്ഷണം ദൈവം നിന്റെ മുമ്പിൽ വെച്ച് തരും. കഷ്ടതയുടെ നടുവിലും കർത്താവിൻ്റെ കരം നിന്റെ മേൽ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ജോബിനെ സംരക്ഷിച്ച ദൈവം, ദാനിയേലിനെ സംരക്ഷിച്ച ദൈവം ഇന്ന് നമ്മുടെ കൂടെ ഉള്ള ദൈവമാണ്. നമ്മുടെ കൂടെ ഉള്ള ദൈവമാണ്. ഒരു പ്രശ്നങ്ങളുടെ നടുവിൽ വരുമ്പോൾ നമ്മളെ വിട്ടിട്ട് പോകുന്നവനല്ല, നമ്മളെ കരയാനും ദുഃഖിക്കാനും വിട്ടിട്ട് പോകുന്നവനല്ല. ആ പ്രശ്നങ്ങൾ വരുന്നതെല്ലാം നമ്മളെ ഉയർത്താൻ വേണ്ടിയാണ്, നമ്മളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ഒരു പ്രശ്നവും നമ്മളെ തകർക്കാനല്ല, പിന്നെയോ നമ്മളെ ശക്തിപ്പെടുത്താനും നമ്മളെ ബലപ്പെടുത്താനും നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ഇടയിൽ പ്രകടമാകാനും വേണ്ടിയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 40-ാം അധ്യായം 31-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. കഴുകനെ പോലെ അവൻ ഉയരും. അവൻ്റെ മുമ്പിൽ ഒന്നും നിലനിൽക്കുകയില്ല. അവൻ ഉയർന്നുകൊണ്ടേയിരിക്കും. അവൻ ഓടിയാൽ തളരില്ല, നടന്നാൽ ക്ഷീണിക്കുകയുമില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണെങ്കിൽ അവൻ വീണുപോകില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നതാണെങ്കിൽ അവൻ തളർന്നു പോകില്ല. കാരണം അവൻ്റെ ആശ്രയം കർത്താവായ ദൈവത്തിലാണ്. നമുക്കറിയാം, ശിഷ്യന്മാര് ഗുരു ഗുരു എന്ന് പറഞ്ഞ് ആലറിക്കരഞ്ഞ് അവർ വിളിക്കുകയാണ്. അവരുടെ മുമ്പിലുള്ളത് ഒരു പ്രതികൂലമാണ്, പ്രതിസന്ധിയാണ്. ഇനി മുന്നോട്ടില്ല, ഞങ്ങളിവിടെ അവസാനിക്കും എന്നുള്ള ഒരു ധാരണ, ഞങ്ങളിവിടെ തീർന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഉറങ്ങുന്നവനായ യേശുവിനെ വിളിച്ചുണർത്താൻ കാണിച്ച വിശ്വാസം, ഉറങ്ങുന്നവനായ യേശുവിനെ വിളിച്ചുണർത്താൻ കാണിച്ചൊരു വിശ്വാസം, ഒരു തീഷ്ണത പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? ഇന്ന് നിൻ്റെ വിശ്വാസത്തിൻ്റെ ലെവൽ എവിടെയാണ്? ഇന്ന് നിൻ്റെ വിശ്വാസം ഏത് അറ്റം വരെ എത്തിയിട്ടുണ്ട്? ഒരു പ്രതികൂല സാഹചര്യത്തിൽ ആത്മഹത്യയെക്കുറിച്ചും ഇവിടെ തീർക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ജീവിക്കുന്ന ആ ദൈവത്തിലേക്ക് തിരിയുക എന്നുള്ളത്, ആ ദൈവത്തിലേക്കൊന്ന് വിളിക്കുക എന്നുള്ളത്. ജെറമ്യ 33-ാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, നീ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളാം, നിന്റെ ബുദ്ധിക്കതീതവും നിഗൂഢവുമായത് ഞാൻ പ്രവർത്തിക്കാമെന്ന്. ദൈവം പ്രവർത്തിക്കും. എൻ്റെ ഈ അവസ്ഥയിൽ, എൻ്റെ ഈ കഷ്ടതയിൽ, എൻ്റെ ഈ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ, എൻ്റെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഈ പ്രതിസന്ധിയിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തുക തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. നമുക്കറിയാം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ശതാധിപൻ പറഞ്ഞ ഒരു വാക്കിങ്ങനെയാണ്. ശതാധിപൻ പറഞ്ഞത്, കർത്താവേ, അങ്ങ് ഒരു വാക്ക് അരുളി ചെയ്താൽ മാത്രം മതി, അങ്ങൊരു വാക്ക് അരുളി ചെയ്താൽ മാത്രം മതി, എൻ്റെ ദാസൻ സൗഖ്യം പ്രാപിക്കുമെന്ന്. അങ്ങൊരു വാക്ക് പറഞ്ഞാൽ എൻ്റെ സൗഖ്യം പ്രാപിക്കുന്നൊരു വിശ്വാസം ശതാധിപനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ദൈവമായ ദൈവത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? തിരുവചനത്തിലൂടെ കർത്താവ് പറയുന്നുണ്ട്, എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരാമെന്ന്. എന്നെ വിളിക്കുക, ഞാൻ നിന്നെ ശക്തിപ്പെടുത്താമെന്ന്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എപ്പോഴും പരിശുദ്ധ കുർബാനയായി നമ്മുടെ ഇടയിൽ, നമ്മളിൽ, നമ്മുടെ രക്തത്തിൽ, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ആ കർത്താവിൽ പൂർണ്ണമായും ഒന്ന് ആശ്രയിച്ച് അവൻ പറഞ്ഞ വചനം വഴി എനിക്ക് സൗഖ്യമുണ്ടാകും, അവൻ പറഞ്ഞ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും എന്ന ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, തീർച്ചയായും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ ജീവിതത്തെ എൻ്റെ ദൈവമാണ് നയിക്കുന്നത്. എൻ്റെ ജീവിതത്തെ, എൻ്റെ പ്രശ്നങ്ങളിൽ കർത്താവാണ് ഇടപെടുന്നതെന്ന്.
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ ശക്തനാക്കാൻ കഴിയുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എന്നെ ശക്തനാക്കാൻ കഴിയുന്നവനിലൂടെ എല്ലാം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന്. എന്നെ ശക്തിപ്പെടുത്തുന്നത് എൻ്റെ കർത്താവായ യേശുവാണ്. യേശുവിൻ്റെ വചനമാണ്, അവൻ്റെ വാക്കാണ്. അവൻ പറഞ്ഞിരിക്കുന്നു, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ലെന്ന്. ഞാൻ നിങ്ങൾക്കായി ഒരു സഹായകനെ തരുമെന്ന്. യേശു പറഞ്ഞ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ജീവിതം അവസാനം വരെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുകയാണ്. നമ്മുടെ മരണം വരെയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുക. ഈ സഹായകനുള്ളിടത്തോളം കാലം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഉള്ളിടത്തോളം കാലം, പ്രിയപ്പെട്ടവരെ, ഒരു ദൈവദാസനും തകർന്നു വീഴാനായിട്ട് ദൈവം അനുവദിക്കുകയില്ല. ദൈവം അനുവദിക്കുകയില്ല. നമുക്കറിയാം, മിക്ക പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവൻ നമ്മുടെ സമാധാനമാണ്. മിക്ക പ്രവചനം 5-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, അവൻ നമ്മുടെ സമാധാനമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ നാം ആശ്രയിക്കുമ്പോൾ, കർത്താവിലേക്ക് നമ്മുടെ ജീവിതം കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് സമാധാനവും സന്തോഷവുമാണ്. എത്രയോ കുടുംബങ്ങളാണ് ഇന്ന് മക്കളെ ഓർത്ത് വിഷമിക്കുന്നത്, കരയുന്നത്, മക്കളുടെ തെറ്റായ ജീവിതങ്ങൾ കണ്ട് ഭാരപ്പെടുന്നത്. എത്രയോ വ്യക്തികളാണ് ചില കടബാധ്യതകളിൽ കഷ്ടപ്പെട്ടിരിക്കുന്നത്. സമാധാനമില്ലാത്ത രാത്രികൾ, ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥകൾ, ഹൃദയത്തിൽ വലിയ ഭാരവും പേറി നടക്കുന്ന ചില ജീവിതങ്ങൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസത്തോടെ നമ്മുടെ കർത്താവിങ്കിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കാമോ? നമ്മുടെ കർത്താവിനെ ശക്തമായി നമുക്കൊന്ന് വിളിക്കാൻ പറ്റുമോ? എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എഴുന്നേൽക്കും, എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും, എൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശു ഉണ്ട് എന്നൊരു വിശ്വാസം. ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അന്ന് ഫോണിലൂടെ സംസാരിക്കുമ്പോൾ ആ വ്യക്തി പറയുന്ന ഒരു കാര്യമുണ്ട്: ബ്രദറെ, ഞാൻ ഒത്തിരി ധ്യാനങ്ങളൊക്കെ കൂടുന്നുണ്ട്, പക്ഷേ എനിക്ക് ആത്മീയമായിട്ട് വളരാൻ പറ്റുന്നില്ല, എനിക്ക് കൃപ സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്ന്. തന്നിൽ തന്നെ ഒരു വിശ്വാസം ഇല്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളിൽ യേശു ഉണ്ട് എന്നൊരു വിശ്വാസം ഉണ്ടോ? നീ എന്ന വ്യക്തിയിൽ യേശു ഉണ്ട് എന്നൊരു വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു, സംശയമാണെന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നീ വിശ്വസിക്കുന്നുണ്ടോ യേശു നിന്നിലുണ്ടെന്ന്? നിന്റെ പാപം ഉപേക്ഷിച്ച് മനസ്തപിച്ച് പശ്ചാത്താപത്തിൻ്റെ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ച് നീ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ യേശു നിന്റെ ജീവിതത്തിലുണ്ട്. ആ യേശു നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നിന്നെ ഒറ്റക്കാക്കിയിട്ട് പോകുകയില്ല. നമുക്കറിയാം, രക്തസ്രാവ സ്ത്രീ, ആ സ്ത്രീ വിശ്വസിച്ചത് എങ്ങനെയാണ്? മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: രക്തസ്രാവക്കാരി സ്ത്രീ വന്ന് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചു എന്ന്. അവൾക്കൊരു വിശ്വാസമുണ്ട്, കർത്താവായ യേശുവിൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടും, എനിക്ക് സൗഖ്യമുണ്ടാകും എന്നൊരു വിശ്വാസം അവളുടെ മനസ്സിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കർത്താവിൻ്റെ ഈ വചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ, കർത്താവിൻ്റെ കൃപയ്ക്ക് കീഴിൽ ഇരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഞാൻ വിശ്വസിച്ച് എൻ്റെ ദൈവത്തെ വിളിച്ചാൽ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ വിശ്വാസത്തോടെ മുട്ടുകുത്തിയാൽ, ഞാൻ എൻ്റെ കർത്താവിനെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, എൻ്റെ ജീവിതം വിശ്വാസത്തിലേക്ക് ഉയർത്തിയാൽ, ഉറപ്പായും എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ ദൈവം ഇടപെടും. വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക. എത്ര വലിയ പ്രശ്നമാണെങ്കിലും, എത്ര വലിയ കൊടുങ്കാറ്റുകളാണെങ്കിലും, എത്ര വലിയ ബാധ്യതകളാണെങ്കിലും കർത്താവ് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കുക. നമുക്കറിയാം, കർത്താവ് ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ മാറ്റാനാണ് വന്നിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ സ്നേഹം നിറയ്ക്കാനാണ് വന്നിരിക്കുന്നത്. ഇന്ന് കർത്താവിൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ എൻ്റെ പ്രതികൂലങ്ങളെ കർത്താവിന് കൊടുക്കുക, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. നമുക്കറിയാം, യെശയ്യാ പ്രവാചകനിലൂടെ നമ്മൾ കേട്ടു, കർത്താവിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ അവൻ ചിറകടിച്ച് ഉയരുക തന്നെ ചെയ്യുമെന്ന്. യേശു ക്രിസ്തു നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉറപ്പായും നിൻ്റെ ഈ പ്രതിസന്ധിയിൽ പ്രശ്നങ്ങൾ മാറുക തന്നെ ചെയ്യും. നിൻ്റെ ഈ തകർച്ചയുടെ കാലഘട്ടം മാറും. നിൻ്റെ ഈ കണ്ണുനീരിൻ്റെ അവസ്ഥ കർത്താവ് തുടച്ച് മാറ്റുക തന്നെ ചെയ്യും. വിശ്വസിക്കുക, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന്.
എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവുണ്ടെന്ന്. ശിഷ്യന്മാർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ അപകടത്തിലാണ്, ഞങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു, കർത്താവേ ഞങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തെ നോക്കി, നമ്മുടെ അവസ്ഥയെ നോക്കി നമ്മൾ പറയുകയാണ്, എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു, സന്തോഷത്തിൻ്റെയോ സമാധാനത്തിൻ്റെയോ ആശ്വാസത്തിൻ്റെയോ ദിനങ്ങൾ എനിക്കിനി ഉണ്ടാവില്ല എന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിൻ്റെ ജീവിതം മാറ്റാൻ കഴിവുള്ള, നിൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്താൻ കഴിവുള്ള, നിൻ്റെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ ഉണരും. അവൻ നിൻ്റെ ജീവിതത്തെ ഒരനുഗ്രഹമാക്കി മാറ്റിത്തരും. അവൻ നിൻ്റെ ജീവിതത്തിലേക്ക് പുതിയ ദിവസങ്ങളും സന്തോഷങ്ങളും കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. ഒരു കുടുംബം എന്നോട് പറയുകയാണ്, ബ്രദറെ, എനിക്ക് വീടില്ല. ആ സഹോദരൻ്റെ വീട് ഒരു കുന്നിൻ്റെ മുകളിലിരിക്കുക. ഒരു ഷെഡിൽ താമസിക്കുന്ന ആ വ്യക്തിക്ക് ഒരാഗ്രഹമുണ്ട്, എനിക്ക് ഒരു വീട് വേണം. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് ദേവാലയത്തിനോടടുത്ത്, പള്ളിയോട് ചേർന്ന് എനിക്കൊരു വീട് വേണം. ഒരു സാധ്യതകളും ഇല്ല അദ്ദേഹത്തിന് ഒരു വീട് വെക്കാനോ സ്ഥലം മേടിക്കാനുള്ള സാമ്പത്തിക ശേഷിയോ മറ്റൊന്നുമോ ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഈ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു ഭവനം ഉണ്ടാകണം. കർത്താവേ, ഈ വ്യക്തിയുടെ പ്രാർത്ഥന കർത്താവേ അങ്ങ് സ്വീകരിക്കണം. ജോബ് 22:28 പറയുന്നു, നീ ആഗ്രഹിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടുമെന്ന്. അത്ഭുതകരമായിട്ട് ദൈവം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്തു വെച്ചു. ആ വ്യക്തി എങ്ങനെ ആഗ്രഹിച്ചുവോ, ഒരു ദേവാലയത്തിനോടടുത്ത്, ഏറ്റവും അടുത്ത് ഒരു വീട് വേണം എന്ന് ആഗ്രഹിച്ച ആ വ്യക്തിക്ക് കർത്താവ് ഏറ്റവും അടുത്ത് ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ഭവനം കർത്താവ് ഒരുക്കി കൊടുത്തു. പ്രിയപ്പെട്ടവർ, ഇതൊരു നിസ്സാര കാര്യമാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് തരാനും, രോഗം മാറ്റാനും, ഭാരം മാറ്റാനും, ബാധ്യത മാറ്റാനും ദൈവത്തിന് നിസ്സാരമായിട്ട് കഴിയും. എത്ര വലിയ പ്രശ്നം നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും അത് നിസ്സാരമായിട്ട് കർത്താവിന് മാറ്റാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. ഈ ശുശ്രൂഷയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ ദൈവത്തിൽ എങ്ങനെ വിശ്വസിക്കുന്നു? ഞാൻ എൻ്റെ ദൈവത്തെ എപ്രകാരം വിളിക്കുന്നു? ഞാൻ എൻ്റെ ദൈവത്തിൽ എങ്ങനെ ആശ്രയിക്കുന്നു? എൻ്റെ ദൈവം എൻ്റെ കൂടെ നടക്കുന്നവനാണ്. ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ്. ഞാൻ വിളിച്ചാൽ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവനാണ് എൻ്റെ ദൈവം എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ കുറവിലേക്കല്ല, നിൻ്റെ ബലഹീനതയിലേക്കല്ല, കർത്താവായ ദൈവത്തിൻ്റെ കരുണയിലേക്ക് നോക്കി നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും പ്രിയപ്പെട്ടവരെ, ഇന്ന് നിൻ്റെ ജീവിതം മാറും. നീ ഒരു അനുഗ്രഹമായിട്ട് മാറും. കർത്താവ് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ ഈ വചനത്തിൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊന്ന് തുറക്കാം. ഈ വചനങ്ങളെ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം. കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയിറങ്ങുമ്പോൾ വലിയ വിശ്വാസത്തിലേക്ക് വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഏത് ഭാരവും ഏത് പ്രശ്നവും മാറ്റുന്ന നമ്മുടെ കർത്താവായ യേശു ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും കുടുംബജീവിതങ്ങളെയും നമ്മുടെ എല്ലാ അവസ്ഥകളെയും നമ്മുടെ കർത്താവായ ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ.